മിസ്റ്റർ വരുൺ, ഇക്കാലത്ത് ഡിവോഴ്സ് എന്ന് പറയുന്നത് പലർക്കും ഒരു ഫാഷൻ പോലെയാണ്. ചിലരിത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഗംഭീരമായി ആഘോഷിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞിടത്തോളം കൊള്ളാവുന്നൊരു കുടുംബാന്തരീക്ഷം. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു നാളുകൾ മാത്രം. എന്താ ഇങ്ങനെ ഡിവോഴ്സ് വേണമെന്ന് തോന്നാനുള്ള കാരണം? എനിക്ക് അയാളെ തീരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല മാഡം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിനാവുന്നില്ല. സോ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ പാടില്ലല്ലോ. ആരുടെ? നിങ്ങളുടെ അല്ലേ? നിങ്ങളുടെ ഭാര്യയുടെ ലൈഫ് സ്പോയിൽ ആവുന്നതിന് എന്തു പറയും? നിങ്ങളുടെ കുടുംബം വളരെ മാന്യമായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് വിവാഹാലോചന നടത്തിയതാ. സ്ത്രീധനം ഒട്ടും ആവശ്യമില്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതുമാണ്. അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഡിവോഴ്സ്, അതിന് വ്യക്തമായ കാരണങ്ങൾ വേണം. ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ? ഉദാഹരണത്തിന് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുക, അതിന്റെ പേരിൽ വയലന്റ് ആകുക. അങ്ങനൊന്നുമില്ല. ദെൻ എന്തെങ്കിലും രീതിയിലുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ്, അത്തരത്തിലുള്ള എന്തെങ്കിലും ബന്ധം ആ കുട്ടിക്കുണ്ടോ? മിസ്റ്റർ വരുൺ, ഈ കേസ് കോടതിയിലെത്തിയാൽ ജഡ്ജി നിങ്ങളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോടിപ്പോ ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ മറുപടി നോ എന്നാണ്. സോ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പവും കണ്ടുപിടിക്കാൻ കോടതി മിസ്റ്റർ വരുൺ, നമുക്ക് വേണമെങ്കിൽ ഇത് കേസ് കൊടുക്കാം, കോടതിയിലും എത്തിക്കാം. ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, ഒന്നും കിട്ടാനില്ല. മീഡിയക്കാര് വേണമെങ്കിൽ ഇത് ചർച്ചയാക്കും. ഫലം ഒരുപോലെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സമൂഹത്തിന് മുന്നിൽ നാണം കെടും. അല്ലാതെ ഏകപക്ഷീയമായി വരുണിന് കോടതി ഡിവോഴ്സ് അനുവദിച്ചു തരില്ല. വരുൺ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. എന്നിട്ട് നമുക്ക് ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ? ഒന്നുകൂടി ഒന്ന് ആലോചിക്കും വരുൺ. ചിലപ്പോ ഇതിന്റെയൊക്കെ ആവശ്യമില്ലെന്ന് വരുണിന് തന്നെ തോന്നിയാലോ? തെളിവുകൾ ചോദിക്കുകയാണെങ്കിൽ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ എന്റെ മുമ്പിൽ ഒന്നുമില്ല. പക്ഷേ എല്ലാ തെളിവുകളും നേരിട്ട് കാണുന്ന ദൈവത്തിന് മുമ്പിൽ എന്റെ പരാതിയുണ്ട്. ചിലപ്പോൾ നിങ്ങളും പറയാറുണ്ടല്ലോ, ദൈവം തീരുമാനിക്കട്ടെ എന്ന്. ദൈവം തീരുമാനിക്കട്ടെ എന്റെ കാര്യം. ബൈ മാഡം.